അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മയെ കൊണ്ടായിരിക്കും കേട്ടോ കറി വെപ്പിക്കുന്നത്. കാരണം ഇനി വീട്ടിൽ പോയാലല്ലേ അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ എനിക്ക് കുറച്ച് ഇഞ്ചിക്കറിയൊക്കെ കഴിക്കാൻ തോന്നി. അമ്മ അവിടെ കറി വെക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇഞ്ചിയൊക്കെ എടുത്ത് ചിരണ്ടിയപ്പോഴേക്കും കണ്ണിലൊക്കെ കുറച്ച് തെറിച്ച് വീണ് കുറച്ച് സീനൊക്കെ ആയേ. ആ സമയം കൊണ്ട് അമ്മ മീൻ കറിയും ബീട്രൂട്ട് തോരനും ഒക്കെ റെഡിയാക്കി വെച്ചേ. നൈസായിട്ട് വട്ടത്തിലൊക്കെ അരിയാൻ പറഞ്ഞേ. പണ്ട് തൊട്ട് അനുസരണശീലം കുറച്ച് കുറവായത് കാരണം ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതാ അമ്മ എളുപ്പമെന്ന് പറഞ്ഞേ. കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചിയിട്ട് നന്നായിട്ട് ചുമക്കെ വറുത്ത് കോരി എടുക്കണേ. അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി എടുത്ത് വെക്കാവേ. പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാവേ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണേ. വറുത്ത് വെച്ച് ഇഞ്ചി നന്നായി തണുത്ത ശേഷം ഒന്ന് പൊടിച്ചിട്ട് അരപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചിക്കറിയൊക്കെ റെഡി. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. വേഗം തന്നെ ചോറൊക്കെ എടുത്തങ്ങോട്ട് ഒരു പിടി അങ്ങ് പിടിച്ചേ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.